ഏറ്റവും പ്രിയമുള്ളവരെ, പരിശുദ്ധ മാതാവിൻ്റെ ജപമാലയിലെ ലുത്തീനിയയെക്കുറിച്ചുള്ള വിശദീകരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ മാതാവിൻ്റെ ലുത്തീനിയയിൽ മാതാവിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അപദാനങ്ങൾ, വിശേഷണങ്ങൾ നൽകുന്നുണ്ട്. ഓരോന്നിൻ്റെയും അർത്ഥം എന്ത് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കൂടുതൽ ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാനും പരിശുദ്ധ മരിയ ഭക്തിയിൽ വളർന്നു വരാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ വീഡിയോയിലുള്ള ഈ വിശദീകരണങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മറിയത്തിൻ്റെ ലുത്തീനിയയിലെ ആദ്യത്തെ അപദാനം പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. പരിശുദ്ധ മറിയം രണ്ട് വാക്കുകളും നമ്മൾക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ലേവ്യരുടെ പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവത്തെ പോലെ പരിശുദ്ധരായിരിക്കുവിൻ എന്ന ആഹ്വാനമുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളിലൊന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി. പരിശുദ്ധ മറിയം ജന്മത്താൽ തന്നെ അമലോത്ഭവ എന്ന പേരിൽ കൊണ്ട് തന്നെ പരിശുദ്ധയാണ്. ഉത്ഭവ പാപമില്ലാതെ ജനിച്ചവളാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപത്തിൻ്റെ കറയും മറിയത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കർമ്മപാപങ്ങളോ ലഘുപാപങ്ങളോ ഒരു പാപക്കറയും മറിയത്തിൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ആ പേരിന് മറിയം ഏറ്റവും യോജിക്കപ്പെട്ടയാളാണ്. തന്നെയല്ല, ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് മംഗളവാർത്ത സമയത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. പാപത്തിൻ്റെ കറ ഇല്ല എന്ന് മാത്രമല്ല, അവളിൽ കൃപയുടെ നിറവ് ഉണ്ട് താനും. ഈ രീതിയിൽ മറിയത്തെ പരിശുദ്ധ എന്ന് വിളിക്കുമ്പോൾ സഭ വിശ്വാസികൾ മാതാവിനെ ഏറ്റവും ആദരവോടെ അമ്മയുടെ പരിശുദ്ധിയെ വാഴ്ത്തിപ്പാടുകയാണ്. ഈസ്റ്റേൺ ചർച്ചസിൽ പനാഗിയ എന്ന് പറയാം. മരിയ പനാഗിയ. പനാഗിയ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായും ഹോളിയായിട്ടുള്ളവൾ അല്ലെങ്കിൽ മുഴുവനായും പരിശുദ്ധിയായിട്ടുള്ളവൾ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മറിയം തൻ്റെ അസ്തിത്വത്തിൽ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പുണ്യവതി എന്നുള്ള അർത്ഥത്തിൽ പരിശുദ്ധയാണ്. മറിയം എന്ന വാക്കിനും അർത്ഥമുണ്ട്. മറിയം എന്ന വാക്കിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 1-2 അർത്ഥങ്ങൾ മാത്രം നമുക്ക് നോക്കാം. വിശുദ്ധ ജെറോം മറിയം എന്ന വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് 2 വാക്കുകളിൽ നിന്ന് മിർ യാം എന്ന വാക്കുകളിൽ നിന്ന് 2 അർത്ഥത്തിലാണ്. മിർ എന്ന വാക്കിന് ബിലവഡ് പ്രിയപ്പെട്ടവൾ എന്നും അർത്ഥമുണ്ട്. ബിറ്റർ കൈപ്പേറിയത് എന്നും അർത്ഥമുണ്ട്. യാം എന്ന് പറഞ്ഞാൽ കടൽ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയത്തെ കയ്പ് നിറഞ്ഞ കടൽ എന്നും പ്രിയപ്പെട്ട കടൽ എന്നും ഒക്കെ വിളിക്കാം. എവ്സേബിയൂസ് ആ പേരിൽ നിന്ന് മറിയത്തെ കയ്പ് നിറഞ്ഞ കടൽ എന്ന പേരിൽ വിളിക്കുകയുണ്ടായി. മറിയത്തിന് മറ്റൊരു പേരുള്ളത്, മറ്റൊരർത്ഥമുള്ളത് മിറിയാം എന്ന വാക്കിന്, പ്രത്യേകിച്ച് മോശയുടെ സഹോദരിയുടെ പേര് നമുക്കറിയാം, മിറിയാം. മിറിയാമിന് ആ പേരിടുന്നതിൻ്റെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഒരർത്ഥമുണ്ട്. അത് സഹനത്തിൻ്റെ അർത്ഥം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഈജിപ്തിൽ ഇസ്രായേൽ ജനം 210 വർഷം അടിമകളായി കഴിഞ്ഞു. ആ 210 വർഷത്തെ അടിമത്തത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് മിറിയാമിന് ആ പേരിട്ടത് എന്ന് പറയുന്നു. അത് പറയുന്നത് 11-ാം നൂറ്റാണ്ടിലെ റഷി എന്ന് പറയുന്ന ഒരു യഹൂദ പണ്ഡിതനാണ്. അപ്പോൾ അതുകൊണ്ട് സഹനത്തിൻ്റെ പുത്രി എന്നുള്ള അർത്ഥത്തിൽ മിറിയാം എന്ന പേര് അവൾക്ക് നൽകി. പരിശുദ്ധ മാതാവിനെ പരിശുദ്ധ മറിയമേ എന്ന പേര് നമ്മൾ വിളിക്കുമ്പോൾ ഈ 2 അർത്ഥങ്ങളും നമ്മുടെ മനസ്സിൽ വരണം. പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയും ഒപ്പം തന്നെ അവളുടെ ജീവിതത്തിലെ സഹനവും കൈപ്പേറിയ അനുഭവങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുടെ അടയാളങ്ങളാക്കി പരിശുദ്ധ അമ്മ മാറ്റിയത് നമുക്ക് ഓർക്കാം.